നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിൽ നന്ദു വോയിസ് മെസ്സേജ് അയക്കുവാണ് അനിക്ക്. തന്റെ നിരപരാധിത്വമൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ നന്ദുവിന്റെ മെസ്സേജ് അനി കേൾക്കുകയാണ്. ഈ സമയത്ത് നന്ദു പറഞ്ഞു, എടാ ഇനി 12:30 കഴിഞ്ഞ് ഇപ്പം ഞാൻ ഇന്നലെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നീ വെച്ച കേക്ക് അത് കൂടി ഒരു പീസ് കഴിച്ചിട്ടാ പോയത്. എന്നോട് ക്ഷമിക്കടാ, അത്ര താമസിച്ച് വരാൻ ഞാൻ പാടില്ലായിരുന്നു. ഞാൻ നേരത്തെ ഇറങ്ങാനായിട്ടിരുന്ന, പക്ഷെ കൃത്യസമയത്ത് തന്നെ ആ നവീനേട്ടന് ഒരു ആക്സിഡന്റ് കേസിന്റെ ആൾക്കാരെയും കൊണ്ട് വന്നു. അപ്പൊ പിന്നെ അവരുടെ പിന്നാലെ പോയി. അതുകൊണ്ടാണ് എനിക്ക് നേരത്തെ എത്താനായിട്ട് പറ്റാതിരുന്നേ. അല്ലെങ്കിൽ ഞാൻ വന്നേരം. അത് മാത്രമല്ല, ഇറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും പോലീസുകാർക്ക് എന്റെ ബർത്ത്ഡേ എന്നുള്ള കാര്യം അറിയായിരുന്നു. അവരെന്ത് ചെയ്തു, കേക്കൊക്കെ നേരത്തെ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് കട്ട് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റൂടാ, എനിക്ക് വേറൊരു നിവൃത്തി ഇല്ലാതെ പോയടാ. അതാ സംഭവിച്ചത്. എന്നോട് ക്ഷമിക്കടാ എന്നൊക്കെ പറഞ്ഞോണ്ട്, ഈ മെസ്സേജ് നീ കണ്ടു കഴിയുമ്പം എന്നെ ഒന്ന് വിളിക്കണം, അല്ലെങ്കിൽ എൻ്റെ നെഞ്ചു പൊട്ടിപ്പോടാ. എനിക്ക് അത്രയ്ക്ക് നല്ല ടെൻഷനുണ്ട്. അങ്ങനെയൊക്കെ നന്ദു വോയിസ് മെസ്സേജ് അയച്ചു. ഒടുവിൽ എന്ത് ചെയ്തു, മെസ്സേജ് കണ്ട ഉടനെ അനി നന്ദുവിനെ വിളിക്കണം. അനി നന്ദുവിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ നന്ദു പ്രതീക്ഷയോടെ കാത്തിരിക്കുമായിരുന്നു അനിയുടെ ഒരു കോളിന് വേണ്ടിയിട്ട്. അങ്ങനെ കോൾ എടുത്തു കഴിഞ്ഞിട്ട് നന്ദു പറഞ്ഞു സോറി ഇടാന്ന് പറഞ്ഞു. അനി പറഞ്ഞു സാരമില്ല, എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയണ്ടായിരുന്നില്ല. നന്ദു പറഞ്ഞു എന്ത് ചെയ്യാനാന്ന് പറഞ്ഞ, ഒരു 6 വയസ്സുകാരുടെ ദേഹത്തിന് വണ്ടി കയറ്റി എന്റെ പേരിലാണ് ഇന്നലെ ജാമ്യം എടുക്കാനായിട്ട് ആ മരം കൊണ്ട് നവീനേട്ടൻ അങ്ങോട്ടേക്ക് വന്നേ. ഞാനല്ലാതെ നവീനേട്ടനോട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലടാ. നവീനേട്ടനോടല്ല, ആരോടും പറഞ്ഞിട്ടില്ല. നമ്മൾ രണ്ടുപേരും തനിച്ച് ബർത്ത്ഡേ ആഘോഷിക്കാന്ന് കരുതി ഇരുന്നല്ലേ. അതുകൊണ്ട് പിന്നെ ഞാൻ ആരോടെങ്കിലും പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അനി പറഞ്ഞു സാരമില്ലടി, ഇനി പോട്ടെ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. അല്ല, ഇന്ന് രാത്രി 12 മണി വരെ നിന്റെ ബർത്ത്ഡേ ഉണ്ടല്ലോ, നമുക്ക് അതിനുള്ളിൽ ആഘോഷിക്കാന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്ന് കണ്ടുമുട്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നന്ദു വെച്ച് എവിടെ വെച്ച്, അല്ല ഇന്നലത്തെ ആ സ്ഥലമില്ലേ, അവിടെ തന്നെ വെച്ച് നമുക്ക് കണ്ടുമുട്ടാം. അവിടെ വെച്ച് തന്നെ നമുക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം നന്ദു പറഞ്ഞു എത്ര മണിക്കാന്ന് വെച്ചു. ഒരു 8 മണിയൊക്കെ ആകുമ്പത്തേനും നീ അങ്ങോട്ട് വന്നാൽ മതി, നമുക്ക് അവിടെ വെച്ച് തന്നെ സെലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു കാര്യത്തിൽ തീരുമാനമായി. പിന്നീട് അതിന് നേരം നവീനെ വിളിക്കുകയാണ്. നവീനെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ചോദിച്ചു, അല്ല എടാ നീ എന്തോ ബർത്ത്ഡേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തെന്ന് പറഞ്ഞല്ലോ നന്ദുവിനെ, എന്താടാ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തേന്ന് ചോദിച്ചു. ഓ അതോ, അത് ഞാൻ അവൾക്ക് റിങ്ങാ കൊടുത്തേന്ന് പറഞ്ഞു. റിങ്ങോ? അതേന്നേ, ഒരു റിങ്ങാ കൊടുത്തത്. അത് അവളുടെ കയ്യിലാണെങ്കിലോ കേറത്തില്ലായിരുന്നു. പിന്നെ ഞാൻ വിരൽ പിടിച്ച് ശരിക്കും ഇട്ടുകൊടുത്തു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിംഗ് എക്സ്ചേഞ്ച് തന്നെയായിരുന്നു ഇതെന്ന് പറഞ്ഞു. റിംഗ് എക്സ്ചേഞ്ചോ? എന്തു പരിപാടിയാണ് നീ കാണിച്ചതെന്നൊക്കെ ചോദിച്ചോണ്ട് അനി ദേഷ്യപ്പെടുവാണ്. നവീൻ ചോദിച്ചു, നീ എന്തിനാണ് ദേഷ്യപ്പെടുന്ന അതിന്? അതിന് മാത്രം എന്താ സംഭവിച്ചേ? എടാ എനിക്ക് അവളെ ഇഷ്ടമാണെന്നുള്ള കാര്യം നിനക്കറിയാവുന്നതല്ലേ. പെട്ടെന്ന് അനി ആത്മനിയന്ത്രണം പാലിച്ചു. അങ്ങനെ ചോദിച്ചു പോയ തെറ്റാണോ എന്നൊരു ചിന്ത അനിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. എടാ നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് എല്ലാവർക്കും കൂടി കൂടിയിട്ട് അവൾക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്താലോ, ഒന്ന് ആഘോഷിച്ചാലും ചോദിച്ചു അവളുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂടെ വിളിച്ചിട്ട്. അതൊന്നും വേണ്ട, ഇന്ന് ഞാൻ കുറച്ച് തിരക്കില്ല, എനിക്കിന്ന് സമയമില്ലാന്ന് പറഞ്ഞു. ആ എങ്കിൽ ശരി ആയിക്കോട്ടെ, നിനക്ക് സമയമുള്ളപ്പോൾ നീ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് നവീൻ കോള് കട്ട് ചെയ്തു. എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. ദൈവം ഇത് എന്തു ഭാവിച്ച, റിങ്ങൊക്കെ വരെ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നു, ഇത് പണി പാളുന്നാ തോന്നുന്നേ എന്നൊരു ചിന്ത അനിയുടെ മനസ്സിലുണ്ടായി. അതേ സമയത്ത് നാഗേന്ദ്രൻ ഡേവിഡിനെ വിളിക്കുന്നുണ്ട്. അപ്പൊ ഡേവിഡ് മാളവിയെ വരച്ചൊരു ഡിസൈനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. പിന്നീട് നാഗേന്ദ്രൻ വിളിച്ചിട്ട് ചോദിച്ചു, എടോ എങ്ങനെയുണ്ട്, മാളവിയെ വരച്ച ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ആ വലിയ കുഴപ്പമില്ല എന്ന് എന്ന് പറഞ്ഞു. എടോ തനിക്ക് എന്തറിയാം, തനിക്ക് കൂടുതലായ ഡിസൈനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയത്തില്ലോ. താൻ നോക്കിയിട്ട് തനിക്ക് ഇഷ്ടപ്പെട്ടോ? അത്രയ്ക്കൊന്നും ഇല്ല താന്, എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ താന് എക്സലന്റ് സൂപ്പർ എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? തനിക്ക് അതിനെക്കുറിച്ച് എന്തറിയാം? എന്താണെങ്കിലും ആ പെൺകുട്ടി വരച്ച ഡിസൈനും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് അടിപൊളിയാണ്, എക്സലന്റ് ആണ്. ഇനി അവളെ സൈഡ് ചേർത്ത് പിടിച്ച് നമുക്ക് നമ്മുടെ കമ്പനി മുന്നോട്ട് പോവാം. ഈ പറയുന്ന മൂർത്തി ജ്വല്ലറിയിൽ നയന വന്നതിന് ശേഷമാണ് നയന കളക്ഷൻസ് എന്ന പേരിൽ പുതിയ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇറങ്ങിയത്. അത് മാത്രമല്ല അവൾ കഴിവുള്ളവളായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് മാളവിക കളക്ഷൻസ് എന്നൊരു കളക്ഷൻസ് ഒക്കെ ഉണ്ടാക്കണം. അങ്ങനെ അതിലൂടെ നമുക്ക് മുന്നോട്ട് പിടിച്ച് കയറാൻ നോക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഡേവിഡ് പറഞ്ഞു, ശരി സാർ, സാറ് പറയുന്നത് എന്താന്ന് വെച്ചാൽ അതുപോലെ തന്നെ, അന്നെങ്കിൽ അങ്ങനെ തന്നെ അങ്ങ് ചെയ്താൽ മതി. പറഞ്ഞ കേട്ടല്ലോ. പിന്നെ അവള് ഒരു കാരണവശാലും അവിടെ നിന്ന് വിടാതെ നോക്കണം. അവൾ നല്ലൊരു ഡിസൈനർ ആണെന്നുള്ള കാര്യം മനസ്സിലായി. നമ്മുടെ കമ്പനിയുടെ മുതൽക്കൂട്ട അവള് അറിയാലോ. അതൊക്കെ അറിയാം സാർ, സാർ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞിട്ടാണ് ഡേവിഡ് കോള് കട്ട് ചെയ്യുന്നത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അനി കമ്പനിയിൽ ഇങ്ങനെ
സ്വപ്നം കാണുവാണ്, പകൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നന്ദു കയറി വരുന്നു. ആ നന്ദു നല്ല സാരിയൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ താൻ കൊടുത്ത ഡയമണ്ട് നെക്ലേഴ്സും കമ്മലൊക്കെ അണിഞ്ഞിട്ടാ വരുന്നേ. അങ്ങനെ അനി അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്ന് നന്ദു സൂപ്പറായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്, ഈ മാലയും കമ്മലും നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. നന്ദു പറഞ്ഞു, അനി വേണ്ടിയിരുന്നില്ല, ഇതെങ്ങാനും എൻ്റെ അച്ഛനും അമ്മയും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നവും. അത് മാത്രമല്ല അവരെനിക്കിത് കാണിക്കാൻ പോലും പറ്റില്ലല്ലോ, ഡയമണ്ട് അല്ലേ സാധനം. എന്നൊന്നും പറഞ്ഞാൽ കാണിക്കുന്നേ, അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. ഇടി നീ ഒരു കാര്യം ചെയ്യാം, നീ ഇത് ഭദ്രമായിട്ട് എവിടെയെങ്കിലും വെച്ചാൽ മതി. ഞാൻ ഒരു കാര്യം ചെയ്യാം, ബാങ്ക് ലോക്കറിൽ വെക്കാം, എനിക്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ചോളാം. എടി അങ്ങനെ നീ ബാങ്ക് ലോക്കറിൽ അത് വെക്കണ സമയത്ത് ഒരു കാര്യം കൂടെ ചെയ്യണം. എന്താണെന്നറിയാവോ, എൻ്റെ മനസ്സും കൂടെ അവിടെ ലോക്കറിനകത്ത് എടുത്ത് വെച്ചേക്കണം, കൈവിട്ട് കളയരുതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അനി നന്ദുവിനെ സ്വപ്നം കൊണ്ടിരിക്കുന്ന സമയത്ത് കമ്പനി സ്റ്റാഫ് വന്നിട്ട് സാർ എന്ന് വിളിക്കുന്നത്. അനി ഞെട്ടി നോക്കുവാണ്. എന്താടോ താൻ എന്താ വന്നതെന്ന് ചോദിച്ചു. സാർ ഒരു ചെക്ക് സൈൻ ചെയ്യാനുണ്ട്. എടോ ഒന്ന് ഡോർ ലോക്ക് ആണെങ്കിൽ ഒന്ന് തട്ടിയിട്ടൊക്കെ വേണ്ടേ വരാനായിട്ട്. ഒരു മുന്നറിയിപ്പില്ല ചാടിക്കയറി വരുവാണോ. തൻ്റെ സ്വപ്നം മുറിഞ്ഞതിൻ്റെ വിഷമമായിരുന്നു അനിക്ക്. എന്താണെങ്കിലും അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അനി വീണ്ടും ആ സ്വപ്നത്തെക്കുറിച്ച് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം അവളെ കാണുമല്ലോ എന്നൊക്കെ ഒരു ചിന്തയൊക്കെയായിരുന്നു അനിയുടെ മനസ്സിലുണ്ടായിരുന്നേ. ഇപ്പം നയനയെ ആദർശനം കാണാനായിട്ട് മാളവി എത്തുന്നുണ്ട്. അങ്ങനെ മാളവി വന്ന് കുറെ കാര്യങ്ങളൊക്കെ ആദർശനോട് നയനയോട് സംസാരിക്കുകയാണ്. മാളവി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു, ആദർശേട്ടാ ഇത് റിസ്ക് ഉള്ള കാര്യമല്ലേ, എങ്ങാനും ഏൻ ജ്വല്ലറിക്കാർ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നില്ലേ. അവര് പിടികൂട്ടിട്ടുണ്ട്, അറിയാലോ മാളവികയുടെ കാര്യം. അവിടെ നിന്നിട്ട് ചതിക്കുവാന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതൊക്കെ എനിക്കറിയാം, നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, നീ ധൈര്യമായിട്ടിരിക്കുക. എനിക്കറിയാം ഈ സ്ഥലം സേഫാന്ന്, അതുകൊണ്ടാണ് ഞാൻ മാളവിയോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. എന്നാലും എനിക്കൊരു പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഇതേ സമയത്ത് അനി ഇങ്ങനെ വീട്ടിൽ നിന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക, എത്രയും പെട്ടെന്ന് തന്നെ അവളെ കാണാനായിട്ട് പോകണം നന്ദുവിനെ. കാരണം ഇന്നെങ്കിലും അവളെ കണ്ട് അവൾക്ക് സമ്മാനം കൊടുക്കണം, ഇല്ലെങ്കിൽ എങ്ങനെയാവും എന്നൊക്കെയൊരു ചിന്ത അനിയുടെ മനസ്സിലുണ്ട്. ഇതേ സമയത്ത് നവ്യ അബിയുടെ അടുത്തേക്ക് എല്ലുവാണ്. അബിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എടാ അബി എത്രയും പെട്ടെന്ന് തന്നെ നീ ഒരു കാര്യം ചെയ്യാം, കമ്പനി ജോയിൻ ചെയ്യാൻ തയ്യാറായിക്കോ, അതിന് നല്ലൊരു സമയം നോക്കി പോയി ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോഴേക്കും അബി പറഞ്ഞു, നീ എന്തൊക്കെയാന്ന് അബിയെ പറയണേ. എടാ നിനക്ക് ഏൻ ജ്വല്ലറിയിൽ ജോലി ശരിയായി, നീ അവിടെ ചെന്ന് ജോയിൻ ചെയ്താൽ മതി. എടി അതിന് ഈ വീട്ടിലുള്ളവർ സമ്മതിക്കും തോന്നുന്നുണ്ടോ. എടാ നീ എന്തൊക്കെയാ പറയണേ, സമ്മതിക്കാതിരിക്കത്തൊന്നുമില്ല, അവർ സമ്മതിച്ചോളും, നീ ഒന്നും പേടിക്കാതിരുന്ന മാത്രം മതി. എടി എന്നാലും എനിക്കെന്തോ വല്ലാത്തൊരു പേടി തോന്നുന്നുണ്ട്, ഇനിയിപ്പം ഈ വീട്ടിലുള്ളവരൊക്കെ ഇതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവുമെന്ന്, എന്നെ ഇറക്കി വിടുമെന്നൊക്കെ. ഇറക്കി വിടുവാണെങ്കിൽ ഇറക്കി വിട്ടിടാ, അന്തസ്സോടെ പോവാലോ. പിന്നെ നീ ഈ കുടുംബത്തിലെ അംഗമല്ലേ, അത്ര പെട്ടെന്ന് നിന്നെ ഇറക്കി വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അബി പറഞ്ഞു, ആരംഗമാന്ന്, ഞാനോ? ഞാൻ ഈ കുടുംബത്തിലെ ആരുമല്ലെന്നുള്ള കാര്യം നിനക്കറിയാലോ, അതുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നബി പറഞ്ഞു, എടാ ഇത് വേണ്ടതുപോലെ ഞാൻ കൈകാര്യം ചെയ്തോളാം, നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, നീ ധൈര്യമായിട്ട് കമ്പനി ജോയിൻ ചെയ്യാൻ പോകാൻ റെഡിയായിക്കോ, ഇതെല്ലാവരെ കൊണ്ട് പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചാളാം എന്നൊക്കെ നവ്യ പറയുവാണ്. എനിക്ക് നല്ല ടെൻഷൻ, അബിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയായി തീരും എന്തായി തീരും എന്ന് ഓർത്തിട്ട്. എങ്ങാനും ഇനിയിപ്പം തൻ്റെ കള്ളത്തരങ്ങളൊക്കെ ഈ പറയുന്ന അമ്മായിയോ ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടേ അതോടുകൂടി തൻ്റെ ജീവിതം തീർന്നു, ഇവിടെ തന്നെ വെറുതെ വെച്ചേക്കില്ലെന്ന കാര്യം അറിയാം. പിന്നീട് അനി നന്ദുവിനെ കാണാനായിട്ട് പോകാനായിട്ട് ഒരുങ്ങുവാണ്. അപ്പോഴേക്കും ജാനകി അങ്ങോട്ടേക്ക് വന്നു. ജാനകി വന്നിട്ട് ചോദിച്ചു, എടാ എന്നാലും നീ ഇത്രയ്ക്ക് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. എന്ത്, നീ ഒരു കാര്യം മറന്നുപോയല്ലോ. എന്താ അമ്മ കാര്യം? നീ ഇപ്പോൾ അത് അങ്ങോട്ട് പോകാനായിട്ട് റെഡിയാവുന്നേ, അത് എനിക്ക് പുറത്ത് വരെ ഒന്ന് പോകണം. എടാ അപ്പം ഇത്രയും നാളായിട്ടും നീ അത് ഓർത്ത് വെച്ചില്ലല്ലേ, മറന്നുപോയല്ലേ എന്ന് ചോദിച്ചു. അമ്മ എന്തിൻ്റെ കാര്യം പറയുന്നേ? എടാ ഞാൻ നിന്റെ അച്ഛൻ്റെ ജീവിതത്തിലേക്ക് വന്നേക്കുന്ന ദിവസം അത്, ഇനി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാന്ന് പറഞ്ഞു. ഓ അപ്പോഴാണ് എനിക്ക് ആ ബോധവത ഉണ്ടാകുന്നത്. അപ്പോഴേക്കും അനി പറഞ്ഞു, അല്ലമ്മ അത് പിന്നെ ഞാൻ എനിക്കറിയാം നീ മറന്നുപോയല്ലേ, നീ ആൾ കൊള്ളാലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ടേബിളിൽ ഒരു കവറിരിക്കുന്നുണ്ട്. ഇതെന്താടാന്ന് ചോദിച്ചു. അതൊന്നും ഇല്ല, എന്നാലും ഒന്ന് നോക്കണമല്ലോ, എന്തെങ്കിലും തനിക്കുള്ള ഗിഫ്റ്റാന്ന് ഓർത്തോണ്ട് ജാനകിയെ തുറന്നു പോയി കഴിഞ്ഞപ്പോൾ ഡയമണ്ട് ഒരു മാല കമ്മലൂടെയാണ്. ഓഹോ അപ്പം നീ മറന്നു പോയിട്ടില്ലായിരുന്നില്ലേ, എനിക്കറിയായിരുന്നു മറന്നു പോകത്തില്ലെന്ന്. പിന്നെ പെട്ടെന്ന് നീ എന്താ അമ്മയെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ കരുതി ഇനിയിപ്പം മറന്നുപോയി കാണും. ഒരു കാര്യം ഉറപ്പായി, നിനക്ക് അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ലെന്ന്, നീ എൻ്റെ മോനല്ലേടാന്നൊക്കെ ചോദിച്ചോണ്ട് അതെടുക്കണം. അപ്പോഴേക്കും അനി പറഞ്ഞു, അമ്മേ അത് പിന്നെ എടാ എനിക്കിത് ഇഷ്ടപ്പെട്ടു, നീ പേടിക്കൊന്നും വേണ്ട, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതും കൂടെ എടുക്കുവാണ് ജാനകി.
എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നന്ദുവിന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് എടുത്തല്ലേ. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നേ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.